ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ചിങ്ങ ഒന്ന് നമുക്ക് പത്തനംതിട്ടയിൽ ഒരു കൃഷിഭവൻ വിസിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കരിങ്ങാലിപ്പുഞ്ച ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മീൻസ് എവിടെയാണ് സ്ഥലം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മൾ കരിങ്ങാലിപ്പുഞ്ചയിലെത്തിയേ. അവിടുത്തെ രണ്ട് സൈഡിലെയും വ്യൂസാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഫുള്ള് ഇപ്പം മഴ കൂടെ ആയതുകൊണ്ട് രണ്ട് സൈഡും നല്ല വെള്ളം, അതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു രണ്ട് സൈഡും കാണാൻ. അതുപോലെ ചിങ്ങമൊന്നും ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതോ യൂഷ്വലി ആൾക്കാർ ഇവിടെ എപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് അറിയില്ല. നമ്മൾ വന്ന സമയത്ത് ആൾക്കാർ ഒരുപാടില്ലെങ്കിൽ എന്നാലും കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ ആദ്യം നിന്ന സ്പോട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നേ, കാരണം കുറച്ചുകൂടെ വ്യൂസ് അങ്ങോട്ട് പോകുമ്പോഴാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി. നമുക്കവിടെ ബോട്ട് റൈഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ പെഡൽ ബോട്ട് അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ബോട്ട് റൈഡിങ്ങിനൊന്നും നിന്നില്ല, കാരണം നമുക്ക് ഒരുപാടൊന്നും അങ്ങ് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അതുപോലെ ടൈം ലിമിറ്റേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്നാൽ കുറച്ച് അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു എന്തായിരുന്നു ഒരു ഇങ്ങനെ കെട്ടിയ ഇടം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. പക്ഷേ നടന്നു പോകുന്നത് നമ്മൾ സൂക്ഷിച്ച് തന്നെ നടന്നു പോകണേ. നമുക്ക് എന്തായാലും ഒരാൾക്ക് നടന്നു പോകാം, മീൻസ് ഒരാൾക്ക് നടക്കാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ വരുമ്പം നമ്മളൊരു 50% നടന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ നമുക്ക് ബാക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് സൈഡ് കൊടുക്കണം. സൂക്ഷിച്ച് നിന്നാൽ മതി, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ രണ്ട് പേർക്ക് ഒന്നിച്ച് ആ ഒരു സ്പേസിൽ നിൽക്കാൻ പറ്റില്ല. നമ്മളൊന്ന് തിരിഞ്ഞ് കൊടുക്കേണ്ടി വരും. ഇപ്പുറത്തോടെ വരുന്ന ആൾക്കാരും തിരിഞ്ഞ് പോകേണ്ടി വരും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി അതിൻ്റെ വെള്ളത്തിനകത്താണ്. എന്നാലും ഇപ്പം ആ ഒരു റിസ്ക് ഉണ്ട്. കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അവരെ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഓഫീസിൽ നിന്നായതുകൊണ്ട് നമുക്ക് കുഞ്ഞു പിള്ളേരാരും ഇല്ലായിരുന്നു. നമ്മൾ പിന്നെ രണ്ട് സൈഡിൽ ഇതേ കണ്ടോ, നല്ല വ്യൂ ആണ്. അതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല പറ്റിയ പ്ലേസാണ് സത്യം പറഞ്ഞാൽ. അതും ഈ ഒരു ടൈമിൽ ചൂട് സമയത്തൊക്കെ ഇവിടെ ഫുള്ള് ഉണങ്ങി കിടക്കുമായിരിക്കും, വലിയൊരു ഇതൊന്നും കാണത്തില്ല. ഇതേ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ എത്താറായപ്പോഴേക്കും തരുൺ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാണ്. അപ്പം പുള്ളിക്കാരൻ ആദ്യം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്ലോ മോഷനിൽ നടന്നു വരുന്ന വീഡിയോ ഒക്കെ എടുത്താലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാരന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു നല്ലൊരു സൂപ്പർ പ്ലേസാണ് ഈ ഒരു സീസണിലൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞ സ്പോട്ടിലെത്തി. നമ്മളിവിടെ നിന്നാണ് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തത്. ഇത് ഞാൻ ഷോർട്ടിന് വേണ്ടി എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ ശരിക്കുള്ളൊരു പിക്ചർ കിട്ടും. അപ്പോൾ അത് നല്ല രസമായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ അവിടെ ഇങ്ങോട്ട് വരുന്ന ഫോട്ടോസ് എടുക്കാനും. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ 3 പേര് ഷോർട്ട് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും ജാൻസി പിന്നെ ഹരി ഞങ്ങൾ 3 പേരും ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ജാൻസി നടന്നു വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിക്കാരത്തിൽ നടന്നു വന്നിട്ട് ഞങ്ങളുടെ 3 പേരുടെയും വീഡിയോ ഒക്കെ എന്തായിരുന്നു ഒന്നിച്ചാക്കിയിട്ട് ചെറിയ സ്ലോ മോഷനിലൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്, നമ്മുടെ ഷോർട്സിൽ കിടപ്പുണ്ട് ചാനലിൽ. ഇത് ഹരിയാണ്. അപ്പോൾ അടുത്ത് പിന്നെ ഹരി പോയി. അങ്ങനെ ഹരിയും സ്ലോ മോഷൻ വന്നിട്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. നമ്മുടെ വീഡിയോ കയറി കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ എല്ലാവർക്കും ഷോർട്ട് വീഡിയോ വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ നമുക്ക് തരണം. പിന്നെ അവിടെ ചേച്ചിയൊക്കെ നിന്നവരില്ല നമുക്ക് ഷോർട്ട് വീഡിയോസ് എടുത്ത് തന്നു. മുക്കാലും കുളമായി. പിന്നെ അത് നല്ല നല്ല പാട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആക്കുക. അടുത്ത് പിന്നെ ഫോട്ടോ സെക്ഷനാണ്. അത് നമ്മൾ ആദ്യം കുറേ ഇൻഡിവിജ്വൽ ഫോട്ടോസൊക്കെ ഓൾറെഡി നമ്മൾ നിന്ന സ്പേസിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വന്നിട്ട് അവിടെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും പിന്നെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇത് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ്. കുറച്ചുകൂടെ ഒരു എന്തായിരുന്നു ഐഫോണൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ആ വ്യൂ ഒക്കെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരോ പോസിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോ സെക്ഷൻസും വീഡിയോ സെക്ഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. കാരണം നമുക്ക് വലിയവർക്ക് മാത്രമല്ല കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും നല്ല രീതിയിൽ കുറച്ചൊന്ന് എൻ്റർടൈൻമെൻറ്റ് ആവാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. കാരണം ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ആൾക്കാരും ബഹളമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും അവിടെ കുറച്ച് മീൻസ് ഒരുപാട് കടയില്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് വെള്ളത്തിനും പിള്ളേർക്ക് ജ്യൂസിനാണെങ്കിലും ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാനാണെങ്കിലും കടയുണ്ട്. അതുപോലെ കണ്ടോ, പിള്ളേരെ കളിപ്പിക്കാനാണെങ്കിലും ഊഞ്ഞാൽ പിന്നെ മറ്റേ സീസോ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ കറങ്ങുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ജമ്പ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം അത്യാവശ്യം അടുത്തുള്ളവർക്കൊക്കെ മീൻസ് നമുക്ക് പിള്ളേരും കൂടെയൊക്കെ പോകാം. കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും നല്ലപോലെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് കരിങ്ങാലിപ്പുഞ്ചയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോകൾ വരുന്നതായിരിക്കും. ടാറ്റാ.